സഹപാഠികളെ, രക്ഷിതാക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. കേരളം മലയാളത്തിൻ്റെ നാട്. തുഞ്ചനും കുഞ്ചനും വയലാറും തുടങ്ങി മലയാളികളുടെ പ്രിയ കവികൾ പാടിപ്പുകഴ്ത്തിയ നാട്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക സമ്പന്നത കൊണ്ടും സാക്ഷരത കൊണ്ടും ലോകത്തിനാകെ മാതൃകയായ ഒരു പച്ചത്തുരുത്ത്. ഈ കേരളം എങ്ങനെയാണ് ഇന്നത്തെ കേരളമായത്? വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പാടിത്തന്നത് 4 വരി കവിതയാണ്. നരൻ അശുദ്ധ വസ്തു പോലും, ധരിയിൽ നടപ്പതു തീണ്ടലാണ് പോലും, നരകമിടമാണോ ഹന്തകഷ്ടം, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ. കുമാരനാശന്റെ ഈ 4 വരികളെ കുറിച്ച് അച്ഛൻ എനിക്ക് വിശദമായി പറഞ്ഞു തന്നു. മനുഷ്യന് വഴി നടക്കാനാവാത്തൊരു കേരളം, താഴ്ന്നവനായി ജനിച്ചു എന്ന കാരണത്താൽ അക്ഷരം നിഷേധിച്ച കേരളം, ജന്മിത്വം അരങ്ങു തകർത്താടിയ കേരളം. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള കഥയല്ല അച്ഛൻ പറഞ്ഞു തന്നത്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അനുഭവമാണ് അച്ഛൻ പറഞ്ഞു തന്നത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവർ വിത്തിട്ട് നവോത്ഥാനം. പിന്നീട് വന്ന ജനകീയ സർക്കാരുകൾ ഏറ്റെടുത്ത് മുളപ്പിച്ച് വളർത്തി പന്തലിപ്പിച്ചതാണ് കേരളം. ഓരോ കുട്ടികൾക്കും നടന്നെത്താവുന്ന ദൂരത്ത് ബാലവാടികൾ, പ്രൈമറി വിദ്യാലയങ്ങൾ, ഒരു പഞ്ചായത്ത്, ചുരുങ്ങിയത് ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ചുരുങ്ങിയ കിലോമീറ്ററിനുള്ളിൽ എല്ലാവർക്കും പഠിക്കുവാനുള്ള കോളേജുകൾ, ഓരോ ഗ്രാമത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. രാജ്യത്തെ മൊത്തം വായനശാലകളുടെ 30% നമ്മുടെ ഗ്രാമങ്ങളിലായതുമാണ് ഇന്നത്തെ കേരള മോഡലിലേക്ക് വഴികാട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ നമ്മളായത്? എല്ലാം നേടിയെന്നല്ല. കേരള മോഡൽ എന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇവയൊക്കെ പരിഹരിച്ചുകൊണ്ട് സുസ്ഥിര വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള കേരളം നമ്മുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമായി ഉണ്ടാക്കേണ്ടതുണ്ട്. മാലിന്യ പ്രശ്നമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് മാതൃകയാണ്. പക്ഷേ അവ വീഴുന്നത് കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാർ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ? വീണ്ടും പ്ലാസ്റ്റിക് വാങ്ങാതെ വാങ്ങിയോ തന്നെ വീണ്ടും ഉപയോഗിച്ചുകൂടെ? ഞങ്ങളുടെ വിദ്യാലയം ഇന്ന് ഹരിത വിദ്യാലയമാണ്. ഞങ്ങൾ ആരും തന്നെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മിഠായികൾ കൊണ്ടുവരുന്നില്ല. ഹരിത കേരളത്തിലേക്ക് ഇതൊരു മാതൃകയല്ലേ? ലോകം കുതിച്ചു പായുകയാണ്. ഇനി വരുന്ന കാലം നാം ജീവിക്കേണ്ടത് നിർമ്മിത ബുദ്ധിയോടൊപ്പമാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ മറ്റു അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണങ്ങളാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ഡ്രൈവർമാരുൾപ്പെടെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ പകരം വരുന്ന സംവിധാനങ്ങളെ കേരളീയർ നിയന്ത്രിക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങൾ മാറ്റണം. ഇങ്ങനെ മാറുമ്പോൾ എല്ലാ മേഖലകളിൽ ലിംഗതുല്യത ഉറപ്പാക്കേണ്ടതുണ്ട്. സ്ത്രീ എന്നോ പുരുഷനെന്നോ LGBTQ എന്നോ വ്യത്യാസമില്ലാതെ സമത്വത്തിന്റെ കേരളമായിരിക്കണം നാളത്തേത്. ഞാൻ പറഞ്ഞു, നമ്മൾ നാളത്തെ കേരളം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ശുദ്ധജലം. ശുദ്ധജലം നിലനിർത്താൻ നമ്മുടെ പശ്ചിമഘട്ടവും തണ്ണീർത്തടങ്ങളും അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടേ? എത്ര വീടുകളാണ് ആളില്ലാതെ അടങ്ങിയെടുക്കുന്നത്? എന്നാലോ വില്ലകൾ, ഫ്ലാറ്റുകൾ കൂടുപോലെ മുളച്ചു പോകുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന ഈ കാലത്ത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളല്ലേ ഇല്ലാതാകുന്നത്? നാളേക്കായി കരുതൽ വേണ്ടേ? ഊർജ മേഖലയിൽ സൗരോർജത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം പര്യാപ്തരാവണം. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് കാർഷിക മേഖലയെ നമുക്ക് മറക്കാനാകുമോ? എത്ര രോഗഭീഷണികളാണ് നാം നേരിടുന്നത്. ഇതിനൊരു കാരണം വിഷാംശമുള്ള ഭക്ഷണങ്ങളാണ്. ഹരിത കേരളത്തിലൂടെ ഇത് നമുക്ക് മാറ്റാൻ കഴിയണം. ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. സമയം കുറവ് മൂലം ഞാൻ ചുരുക്കുന്നു. കൂട്ടായ്മയിലൂടെ നാം നേടിയെടുത്ത ഈ കേരളം ഇതിലും ഭംഗിയായി നാളത്തെ കേരളമാക്കണം. സജിതൻ മാഷ് പാടിയ പോലെ, പഴയകാല തികവിൽ നിന്നും പുതിയ നാടുണരെ, പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണരെ. നാളത്തെ കേരളം സന്തോഷകരമാവട്ടെ. നന്ദി, നല്ല നമസ്കാരം.